ഹായ് കൂട്ടുകാരെ, അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ 2 ദിവസത്തെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ 2 ഗസ്റ്റ് വന്ന വീക്കായിരുന്നു കഴിഞ്ഞത്. സാബു ശ്വേതയായിരുന്നു വന്നത്. ഇവർ രണ്ടുപേരും വന്നതിന് ശേഷം ലൈവൊക്കെ ആണെങ്കിലും കുറച്ച് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ജിൻഡോൻ്റെ ഒരു എന്താ പറയുക, ആൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ആളെന്താണ് എന്നുള്ളത് ഇവർ വന്ന ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റി. കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് കുറച്ച് പേരുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാളാണ് ജിൻഡോ. ജിൻഡോ ചെയ്യുന്ന പണിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ജിൻഡോ ചെയ്തത്. അത് കൂടാതെ തന്നെ ശ്വേത ഒരു ഹിഡൻ ടാസ്കും കൂടി കൊടുത്തിരുന്നു. പുള്ളിക്കാരത്തി കൊണ്ടുവന്ന ആ ഡയമണ്ട് ആരും കട്ടുകൊണ്ട് പോകാതെ പുള്ളിക്കാരത്തി റൂമിൽ ഇല്ലാത്ത സമയത്ത് അത് സേവ് ചെയ്യുക, അതായത് വേറെ ആരും കട്ടെടുക്കാതെ അത് നോക്കുക എന്നുള്ളതായിരുന്നു ജിൻഡോന് കൊടുത്തൊരു ടാസ്ക്. അത് ജിൻഡോ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. ജിൻഡോൻ്റെ ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണ് അർജുനും ശ്രീതും. അവർ പോലും വന്നിട്ട് ആ റൂമിലേക്ക് കടത്താതെ അത്ര വിശ്വസ്തയോടെ ആ ടാസ്ക് ജിൻഡോ കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ പോകാൻ നേരത്ത് കഴിഞ്ഞ ദിവസം അവർ പോയി. അപ്പോൾ രണ്ടുപേരും പോകാൻ നേരത്തെ എല്ലാവരോടും യാത്ര പറയുമ്പോൾ മറ്റേ ശ്വേത ജിൻഡോനെ വിളിക്കുന്നതാണ്, ചക്കര വാട എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഹഗ് ചെയ്യുന്ന ഒരു സംഭവം. അത് വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എന്ന് തന്നെ കരുതാം. ഭാഗ്യമാണോ എന്താണോ, പക്ഷെ ഒരാൾ എല്ലാവരും നിൽക്കുക അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത് ആർക്കായാലും ഒരു എന്താ പറയുക, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ജിൻഡോൻ്റെ പേഴ്സണാലിറ്റി ആണെങ്കിലും സ്വഭാവമാണെങ്കിലും അവരുടെ അടുത്ത് പെരുമാറിയ രീതിയാണെങ്കിലും എല്ലാം നല്ല എന്താ പറയുക, 100-ൽ 95 അല്ലെങ്കിൽ 97% ജിൻഡോ നന്നായിട്ട് ആ ദിവസങ്ങളിൽ സ്കോർ ചെയ്തു എന്ന് വേണം പറയാൻ. ശ്വേതയും സാബുവും സംസാരിക്കുമ്പോഴാണെങ്കിലും അവർ പറയുകയുണ്ടായി, അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു ജിൻഡോ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന് സാബു പറയുകയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ജിൻഡോയ്ക്ക് സാബു ഇടയ്ക്കൊരു ജ്യൂസ് എന്തോ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ പല സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം ജിൻഡോ അവരോട് എത്ര നല്ല രീതിയിലാണ് പെരുമാറി എന്നുള്ളത്.